ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയുടെ സൺഡേ സ്കൂൾ ബോർഡിൻ്റെ നേതൃത്വത്തിൽ 2024 ജൂലൈ മാസം 21 തീയതി വെള്ളുത്തുരുത്തി ഹെബ്രോൺ ഹിൽസ് ഹാളിൽ വെച്ച് നടത്തിയതായ സൺഡേ സ്കൂൾ അധ്യാപകർക്കും കുട്ടികൾക്കുമായുള്ള ക്യാമ്പിലെ ദൃശ്യ വിസ്മയത്തിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഓഗസ്റ്റ് 1 മുതൽ നമ്മുടെ സഭയിലെ പ്രത്യേകമായ ഒരു സിലബസ് അനുസരിച്ച് നമ്മുടെ പഠനം ആരംഭിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങുകയാണ്. അപ്പം നിങ്ങൾ ഈ നിങ്ങൾക്ക് നൽകുന്ന പുസ്തകങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയും വളരെ കൃത്യമായ പരീക്ഷകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് എല്ലാവരും പങ്കെടുക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കേണ്ടത്? ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? എന്നാ കാര്യത്തിന് ആ സൺഡേ സ്കൂൾ പഠിക്കുന്ന ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്നാ കാര്യത്തിന് ആ സൺഡേ സ്കൂളിൽ പോകുന്നേ നിങ്ങൾ അമ്മമാരോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അല്ലേ? ഞായറാഴ്ച നേരം എടുത്ത് എഴുന്നേറ്റ് കുളിച്ച് ഒരുങ്ങി എല്ലാം എന്നാ കാര്യത്തിന് രാവിലെ പോകുന്നത് നമ്മൾ അമ്മമാരോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ ഞാൻ എന്തിനാ സൺഡേ സ്കൂൾ പഠിക്കുന്നത്? നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ എന്തുകൊണ്ട് ദൈവത്തിനും പഠിക്കണം ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള മറുപടിയാണ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നൽകുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ജി പിന്നെ എൽ ഇ സി ടി എന്താണ്? എന്തുവാണ്? ഉറക്കെ പറഞ്ഞേ, കേട്ടില്ല. നെഗ്ലക്ട് അല്ലേ? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ കേൾക്കട്ടെ. നെഗ്ലേസ് അല്ല, നെഗ്ലക്ട് എന്ന് പറഞ്ഞ്. നെഗ്ലക്ട് ഇതിന്റെ അർത്ഥം ആർക്കറിയാം? നെഗ്ലക്ട് അറിയത്തില്ലേ? പറഞ്ഞത് വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ പറഞ്ഞു, കരയുമ്പോൾ മാറിൽ ചേർക്കും താൻ. കരയുമ്പോൾ മാറിൽ ചേർക്കും താൻ എന്ന് ഞാൻ പറയാമേ. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ. നമ്മളൊക്കെ വീഴുമ്പോ നമ്മുടെ കൂട്ടുകാർ സാധാരണ എന്നാ ചെയ്യുന്നത്? പറ. അതല്ലേ അല്ലേ? ആദ്യം നമുക്ക് എന്താ വരുന്നത്? നമ്മുടെ കൂട്ടുകാരെങ്കിലും വരുമ്പോ പെട്ടെന്ന് കാല് തന്നെ വീണാൽ ആദ്യം നമുക്ക് എന്താ വരുന്നത്? നമ്മളെല്ലാവരും ചിരിക്കും അല്ലേ? പക്ഷെ നമ്മുടെ കർത്താവ് എന്താ ചെയ്യുന്നത്? അവൻ നമ്മെ താങ്ങിട്ട് എന്ത് ചെയ്യും? കരയുമ്പോൾ തന്റെ മാറിൽ നമ്മെ ചേർത്ത് പിടിക്കും. നോക്കിക്കേ, ഇതാണ് എന്റെ വരികൾ. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ പറഞ്ഞേ, കരയുമ്പോൾ മാറിൽ ചേർക്കും താൻ. എന്നാ ചെയ്യുന്നറിയാമോ? തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. നിങ്ങളെ പറഞ്ഞെ, തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ. എന്താ ഇത്? വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ. പിന്നെ കരയുമ്പോൾ മാറി ചേർക്കും താൻ. പിന്നെ തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. ഇത്രയുള്ള വീഴുമ്പോൾ താങ്ങുമെൻ പ്രിയൻ, കരയുമ്പോൾ മാറി ചേർക്കും താൻ. പഠിക്കേ. വീഴുമ്പോൾ താങ്ങുമെൻ പ്രിയൻ, കരയുമ്പോൾ മാറി ചേർക്കും താൻ. പിന്നെ തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. നിങ്ങൾ പഠിക്കേ. തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. ചേർത്തോളം. വീഴുമ്പോൾ താങ്ങുമെൻ പ്രിയൻ, കരയുമ്പോൾ മാറി ചേർക്കും താൻ. പഠിക്കേ. വീഴുമ്പോൾ താങ്ങുമെൻ പ്രിയൻ, കരയുമ്പോൾ മാറി ചേർക്കും താൻ. തോളിലേറ്റും കണ്ണീരൊപ്പും
പാടാം. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ഓ എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധം. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലായിട്ടെന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ സഹോദരന്മാർ തന്നെ ഇപ്പൊ ആ പാടുന്ന പാടാൻ പോകട്ടോ. കേട്ടിരുന്നോ? അടുത്ത് നമ്മൾ വരാൻ പോവാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ലോകത്തിൻ സ്നേഹം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധം. നമുക്ക് ചേർന്ന് പാടിയാലോ? ഓക്കെ, ആദ്യം തുടങ്ങുന്നുള്ളൂ. ഓക്കെ, ലോകത്തിൻ സ്നേഹം മാറുമേ യേശുവാണെന്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ എൻ ജീവന്റെ ജീവനായവൻ. എന്നെ മുറ്റും അറിയുന്നവൻ എൻ ജീവന്റെ ജീവനായവൻ. ഓക്കേ ഓക്കേ, ആർ യു റെഡി? ഓ, ആർ യു റെഡി? ഒന്ന് കൈയടിച്ചേ. ആ ഓക്കെ, കൈ പൊട്ടക്കണം. ആ ആ ആ ലോകത്തിൻ സ്നേഹം മാറുമേ
കുട്ടികളെയും അധ്യാപകരെയും ദേവദാസന്മാരെയൊക്കെ കൊണ്ടുവന്നത് ഓർത്ത്, പ്രിയപ്പെട്ട ദാസന്മാരെയൊക്കെ വന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. വിശുദ്ധമായിരിക്കുന്ന കർത്തവ്യം സ്വാഗതം അറിയിക്കുക എന്നുള്ളതാണല്ലോ. ഇന്ത്യ ചർച്ച് ബോർഡിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് നമ്മുടെ നടുവിലുണ്ട്. പ്രിയപ്പെട്ട ദാസി പ്രിയ ജേസൺ നമ്മുടെ നടുവിലുണ്ട്. കുടുംബമായ പ്രിയപ്പെട്ട ദാസി പ്രിയ ജേസനെയും ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷനായ സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ ജോസ് അവർ ദാസിനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യ ചർച്ച് ബോർഡിൻ്റെ ജനറൽ ട്രഷററായി സേവനം അനുഷ്ഠിക്കുന്ന CA മർക്കോസ് അവർ സാന്നിധ്യം ദൈവത്തോട് സ്വാഗതം ചെയ്യുന്നു. ദാസിനെയും ഈ മീറ്റിംഗിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. യൂത്തിൻ്റെ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്ന വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോസഫ് തോമസ് അവർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതോട് സ്വാഗതം ചെയ്യുന്നു. ദാസിനെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. സഭാ ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിക്കുന്ന പ്രിയ കൊച്ചോ പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. പ്രിയ ദാസിനെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്നതായ എൻ്റെ മുഴുവൻ സൺഡേ സ്കൂൾ അധ്യാപകർക്കും ദേവദാസന്മാർക്കും ദാസന്മാർക്കും ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം അറിയിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ എല്ലാമായ നമ്മുടെ വാർഷിക കുഞ്ഞുങ്ങൾ, അടുത്ത നമ്മുടെ ഇന്ത്യ ചർച്ച് ബോർഡ് ദൈവസഭയുടെ നട്ടല്ലെന്ന് വേണമെങ്കിൽ പറയാവുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്ത് കടന്നു വന്ന എല്ലാവരെയും, ഈ സഭയിലുള്ള പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിന്ന് ഒരുമിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാണ്. ചില വർഷങ്ങളായിട്ട് സൺഡേ സ്കൂൾ ബോർഡിൻ്റെ ഡയറക്ടറായിട്ടൊക്കെ സേവനം അനുഷ്ഠിക്കാനുള്ള അവസരങ്ങൾ ദൈവമായി കർത്താവ് നൽകുന്നുണ്ട്. എന്നാൽ മുൻ വർഷങ്ങളിലൊക്കെ പൊതുവായിട്ട് 1-2 പ്രോഗ്രാമുകളൊക്കെ നടത്തി പ്രധാനമായും നമ്മുടെ സൺഡേ സ്കൂൾ ദിനമൊക്കെ ആഘോഷിച്ച് മിക്കവാറും 2-3 പരിപാടികൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സൺഡേ സ്കൂൾ ബോർഡ് അന്ന് വളരെ താല്പര്യത്തോടെ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തതായ ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും വളരെ കൃത്യമായ ദൈവവചന പഠനം ലഭ്യമാക്കണമെന്നുള്ളത്. അവർക്ക് ഒരു സിലബസിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് വളരെ കൃത്യമായ ദൈവവചന പഠനം, ദൈവവചനത്തിലുള്ള ആഴമേറിയ അറിവ് പകർന്നു കൊടുക്കണമെന്നുള്ള ആഗ്രഹം കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും ഇടയായിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിൽ എത്തുവാൻ കഴിഞ്ഞ വർഷം പല സാധ്യതകൾ കൊണ്ടും കഴിഞ്ഞില്ല. എന്നാൽ ഈ വർഷം പുതിയ ബോർഡിനെ തിരഞ്ഞെടുത്തപ്പോൾ മറ്റെല്ലാ പരിപാടികളെക്കാളും ഉപരിയായിട്ട്, മറ്റെന്ത് നടത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ വർഷം മുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ ദൈവവചന പഠനം ഉറപ്പാക്കണമെന്നുള്ള വലിയ ആഗ്രഹം മനസ്സിലുണ്ടാകുകയും അതിനുള്ള കാര്യങ്ങളെ ക്രമീകരിക്കുവാനുമായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ ദൈവദാസന്മാരുമായിട്ട് ബന്ധപ്പെട്ടു, സൺഡേ സ്കൂൾ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടു. നമ്മുടെ ദൈവസഭകളിലുള്ളതായ കുഞ്ഞുങ്ങളുടെ അവരുടെ പേരും അവർ സ്കൂളിൽ പഠിക്കുന്ന ക്ലാസ്സുകളെ കുറിച്ചുമൊക്കെ ഒരു വിവരം ശേഖരിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് സഹായിച്ചു. എൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് 57 കുട്ടികൾ ഇന്ത്യ ചർച്ച് ബോർഡ് സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. 57ഓളം കുട്ടികൾ നമ്മുടെ ഇന്ത്യ ചർച്ച് ബോർഡ് സൺഡേ സ്കൂളുകളിൽ വിവിധ സഭകളിലായിട്ട് ഉണ്ട്. ഇത്രത്തോളം കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് വരുവാൻ സൺഡേ സ്കൂൾ ടീച്ചർമാരെ ഒരുങ്ങിയല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളുടെ തലമുറനാളിൽ നഷ്ടപ്പെട്ടു പോരേണ്ടവരാണെന്ന് ദൈവം വരെ സഹായിക്കുമാറാകട്ടെ. ആദ്യം ദൈവദാസനങ്ങൾ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് 50% മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. എന്നാൽ മാതാപിതാക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും പ്രാധാന്യത ഏറ്റെടുത്ത് ചെയ്തെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് കേവലം അവർ ബുദ്ധിക്കകത്ത് മാത്രം നിൽക്കാതെ, പരീക്ഷ പോയിക്കൊണ്ടാകും അത് ഒതുങ്ങി നിൽക്കാതെ അവർ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കുന്നെങ്കിൽ വരും ദിവസങ്ങളിൽ അനേക നല്ല കുഞ്ഞുങ്ങൾ നമുക്ക് വാർത്ത. ഇതിനകത്ത് നമുക്ക് പല ദൈവദാസന്മാരുണ്ട്, പല ശുശ്രൂഷ പ്രവർത്തകരുണ്ട്, നല്ല ഗായികമാരുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ സൺഡേ സ്കൂൾ ബോർഡ് നമ്മളുടെ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാൻ സഹായിക്കുമാർ എല്ലാവരുമായി ആശംസമായിരിക്കും. കുഞ്ഞുങ്ങളെ
ഇതിൻ്റെ പാഠപുസ്തകം നമ്മുടെ വെള്ളുത്തിരുത്തിയിലുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന റിയാന് നൽകിക്കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാനിത് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും മാതാപിതാക്കളും ദൈവദാസന്മാർക്കും കടന്നു വന്നാണ് ഈ പ്രോഗ്രാമിൽ പങ്കുചേരുവാൻ ദൈവപടിയാക്കിയവരെ സൺഡേ സ്കൂൾ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ സഭകളിലും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ദൈവത്തിനെ പഠിപ്പിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു. അതുപോലെ ഇത് അധ്വാനിക്കുന്ന ഗരുദാസന്മാരെ ദൈവം ശക്തമായി കരകളിൽ ഉപയോഗിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകളിലും സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ശക്തമാകുവാൻ ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അധ്യാപകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ധാരാളമായ ദൈവകൃപ കൊണ്ടവരെ നിറയ്ക്കണമേ. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ സന്തോഷമുണ്ടായി പറഞ്ഞയക്കേണ്ടതിനായി അവരെ ശക്തമായി ദൈവം ഉപയോഗിക്കുകയും അതിനാവശ്യമായ ദൈവം പകർന്നു കൊടുക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. ഇതുപോലെ പ്രത്യേക മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാനും ആവശ്യമായ ദൈവം സംസാരിപ്പാനും അങ്ങയുടെ വൃത്തിയിലേക്ക് ഞങ്ങളുടെ നടുവിലയച്ചതോട് സ്തോത്രം. ധാരാളമായ ദൈവങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം പ്രതിപാദിക്കണം. ദാസ്യമോനുമായി പ്രാർത്ഥിക്കുന്നവരെല്ലാമായി ദൈവശക്തമായി അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവദാസപ്പെടുന്ന കടന്നു വന്ന ദൈവദാസന്മാർക്കായി സഹോദരന്മാർക്കായി സഹോദരിമാർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നവരെല്ലാവരുടെയും അനുഗ്രഹിക്കണം. സൺഡേ സ്കൂൾ ബോർഡിന്റെ ചുമതല വഹിക്കുന്ന പ്രവർത്തകരെ എല്ലാം ഈ അവസരം ഓർക്കുന്നു. ധാരാളമായ ദൈവം കൊണ്ട് നിറച്ചാട്ടെ. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന പിരിയാത്ത ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും ഞങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടാകണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.